കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് തടഞ്ഞു. നിർമ്മാതാവായ സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. വിവരാവകാശ അപേക്ഷ നൽകിയവർ ഉൾപ്പെടെ എല്ലാ എതിർകക്ഷികളുടെയും ഭാഗം കൂടി കേൾക്കാനും കോടതി തീരുമാനിച്ചു. അടുത്ത മാസം 1-ന് ഹർജി വീണ്ടും പരിഗണിക്കും. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിന്മേലുള്ള എല്ലാ തുടർ നടപടികളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി ഇടക്കാല ഉത്തരവിലൂടെ ഒരാഴ്ചത്തേക്ക് തുടർ നടപടികൾ തടയുകയായിരുന്നു. ഹർജിയിൽ പിന്നീട് വിശദമായ വാദം കേൾക്കും. എല്ലാ എതിർകക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചു. വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചവർ ഉൾപ്പെടെ എല്ലാ എതിർകക്ഷികളുടെയും ഭാഗം കേൾക്കാനും കോടതി തീരുമാനിച്ചു. എതിർകക്ഷികൾ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം. ഹർജിയെ വിവരാവകാശ കമ്മീഷൻ എതിർത്തു. ഹർജിക്കാരൻ കക്ഷിയല്ലെന്നും കമ്മീഷൻ മുമ്പാകെ ഒരു ഘട്ടത്തിലും ഹാജരായിട്ടില്ലെന്നും കമ്മീഷൻ വാദിച്ചു. ഹർജിക്കാരൻ മറ്റാർക്കോ വേണ്ടി സംസാരിക്കുകയാണെന്നും ഹർജി തള്ളണമെന്നുമായിരുന്നു കമ്മീഷന്റെ വാദം. സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് പുറത്തുവിടുകയെന്നും കമ്മീഷൻ വാദത്തിനിടെ കോടതിയെ അറിയിച്ചു. എന്നാൽ തൻ്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നായിരുന്നു ഹർജിക്കാരൻ്റെ വാദം. കമ്മീഷണർ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ പൊതുതാൽപ്പര്യമില്ലെന്നും റിപ്പോർട്ടിൽ പേരുള്ളവരുടെ ഭാഗം കേൾക്കാതെയാണ് കമ്മീഷന്റെ ഉത്തരവെന്നും ഹർജിക്കാരൻ വാദിച്ചു. ഇരു കക്ഷികളുടെയും വാദം പ്രാഥമികമായി കേട്ട കോടതി ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കൈമാറാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെയാണ് കോടതിയുടെ നിർണായക ഇടപെടൽ. കൈരളി ന്യൂസ്, കൊച്ചി.